ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സ്റ്റാമ്പ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ CV അത് ATS ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ATS എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ATS എന്നാൽ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ്. ഇന്നിപ്പോൾ വലിയ വലിയ കമ്പനികളൊക്കെ CV മാനുവലല്ല നോക്കുന്നത്, എല്ലാം AI ത്രൂ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ CV ഫിൽട്ടർ ചെയ്ത് സ്കാൻ ചെയ്ത് വരുന്നത് ATS ത്രൂ ആണ്. സോ നിങ്ങളുടെ CV എത്രത്തോളം ATS ഫ്രണ്ട്ലി ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതർവൈസ് നിങ്ങളുടെ CVയിൽ നിങ്ങൾക്ക് ഭയങ്കര വലിയ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും ATS അത് റിജക്റ്റ് ചെയ്യും, നിങ്ങളുടെ CV ആളുകളുടെ കയ്യിലെത്തുകയില്ല. സോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ATS ഫ്രണ്ട്ലി ആണോ നമ്മുടെ CV എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മളൊരു സാധാരണ ചെറിയൊരു കമ്പനിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മേ ബി ആളുകളുടെ കയ്യിൽ ഡയറക്റ്റ് CV കൊടുക്കുന്ന സമയത്ത് പ്രശ്നമില്ല. അത് അവർ തന്നെ നോക്കുന്ന സമയത്ത് നമുക്കതിലൊരു വലിയ പ്രശ്നം കാണാനില്ല. നേരെ മറിച്ച് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളെല്ലാം അവർ ഒരുപാട് CV അവർക്ക് കിട്ടുമ്പോൾ അതെല്ലാം മാനുവലി നോക്കുക ഇമ്പോസിബിളാണ്. സോ അവർ ATSനെ ആശ്രയിക്കുന്നു. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ CVയും ATS ഫ്രണ്ട്ലി ആയിരിക്കണം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ ജോബ് റിലേറ്റഡ് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സോ സെർച്ച് ബാറിൽ വരിക, ടൈപ്പ് ചെയ്യുക ATS റെസ്യൂം ചെക്കർ എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ATS ചെക്കർ, ATS ഫ്രണ്ട്ലി എന്നെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ ഫസ്റ്റ് കാണുന്ന ഈ സൈറ്റില്ലേ, ഇതായിരിക്കും വളരെ നല്ലത്. ബാക്കിയുള്ളതൊക്കെ അത്ര നല്ലതല്ല, കുഴപ്പമില്ല. ഇതാണ് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ട്. സൈറ്റിൽ എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട, ലോഗിൻ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാക്സിമം വന്നിട്ട് 2 MB ആണ് ഫയൽ സൈസ് വന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. നേരെ നിങ്ങളുടെ ഫയലിൽ പോകും. ഫയലിൽ നിന്ന് നിങ്ങളുടെ CV ഇവിടെ അപ്ലോഡ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മുടെ CV സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഒരുവിധം എന്തൊക്കെയായിരിക്കും നമ്മുടെ CVയിലുള്ള കാര്യങ്ങളെല്ലാം അവർ ഫിൽട്ടർ ചെയ്ത് കാണിച്ചു തരും. എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഫിൽട്ടർ ചെയ്ത് കാണാൻ സാധിക്കും. മാത്രമല്ല മറ്റൊരു CV ഉണ്ടാക്കി തരികയും ചെയ്യും. സോ എൻ്റെ കണ്ടില്ലേ, സ്കോർ വന്നിട്ട് 76 ഔട്ട് ഓഫ് 100. 100ൽ 76 വരെ ഓക്കെയാണ്. 27 ഇഷ്യൂസും അവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രീമിയം സൈറ്റാണ് ആക്ച്വലി. നമുക്ക് ബേസ് മാത്രമേ ഇതിൽ കിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ CV എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ സൈറ്റിൻ്റെ ഒരു പ്രത്യേകത. സോ ഇതിൽ വന്നിട്ട് ATS പേഴ്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. മറ്റ് 2 ഓപ്ഷൻസും ലോക്കാണ്. ആക്ച്വലി നമുക്ക് പ്രീമിയം എടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മുടെ CV എത്രത്തോളം ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ലാതെ അവർ നമ്മുടെ ഡാറ്റ സ്കാൻ ചെയ്തതിന് ശേഷം അവരുടേതായ രീതിയിലൊരു CV തന്നിട്ടുമുണ്ട്. വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക്. സോ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി. കാരണം ഒരുപാട് പേർക്ക് ഈ മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. CV ഒക്കെ കമ്പനികളിലൊക്കെ അപ്ലൈ ചെയ്തിടും, പക്ഷേ ഒരു റിപ്ലൈ ഇല്ല, റിജക്ഷൻ മെയിലും ഇല്ല, ഒരു മെയിലും ഇല്ല. സംഗതി ഇതാണ്. മേ ബി നിങ്ങളുടെ CVയിൽ നിങ്ങൾക്ക് നല്ല ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും, കീ ടാഗ്സ് ഉണ്ടാവും, പക്ഷേ ATS ഫ്രണ്ട്ലി അല്ല. ATS ആ കീ ടാഗ്സ് നോക്കിയിട്ടാണ് നിങ്ങൾ CV ഫിൽട്ടർ ചെയ്ത് കൊടുക്കുന്നത്. സോ അതില്ലാത്ത പക്ഷം നിങ്ങളുടെ CV ഒരിക്കലും അവരുടെ കയ്യിലെത്തുകയില്ല. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വേറൊന്നുമില്ല. സ്റ്റേ ക്യൂരിയസ്. ബൈ.